ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ്. ഞങ്ങളുടെ ക്ലാസ് അങ്ങനെ തുടങ്ങുവാണ്. സോ നമ്മൾ കൊണ്ടുപോകാനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുവാണ്. അതുപോലെ ഇപ്പോൾ കഴിക്കാനുള്ളത് അത് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയത്തില്ല. നമ്മൾ 7 മണിയുടെ ട്രെയിനിനാണ് പോകുന്നത്. 7:45 അവിടെ എത്തും. ഒരു 6:45 6:40 ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പോൾ സമയം 5:55 ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയായി ഇറങ്ങണം. നമ്മളെന്തായാലും ഇന്ന് ബ്രെഡ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേക്കണേ. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രെഡും പിന്നെ അതുപോലെ തന്നെ ആപ്പിളും ഇതാണ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ന്യൂട്ടല്ലായിരുന്നു. ഇപ്പോൾ മിൽക്കയുടെ സ്പ്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചുമ്മാ മാറ്റി പിടിച്ചതാണ്, ബട്ട് ന്യൂട്ടല്ലായിരുന്നു ബെറ്റർ. സോ നമുക്ക് എന്തായാലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്രെഡ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ബ്രെഡ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ബ്രെഡും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും ഉണ്ടാവും. ഞങ്ങൾ നോക്കാണ് എന്താ ചെയ്യേണ്ടത്. ബ്രെഡ് കഴിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോഴേയും അടുത്തു. ഞങ്ങളങ്ങനെ ബ്രെഡ് കഴിക്കുന്നില്ല. അതായത് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് കഴിക്കുന്നുള്ളൂ. വീട്ടിലൊന്നും വെച്ച് അങ്ങനെ കഴിപ്പില്ല. എന്നിട്ടും ലിറ്ററലി മടുത്തു പോവാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കല്ല് പോലെ ആയിട്ടുണ്ട്. പിന്നെ കല്ലാവല് നമ്മുടെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് എന്തായാലും ഇറങ്ങണം. നമ്മളെന്തായാലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി റെഡി ആവാൻ പോവാണ്. ടെൻസ്ഡൊന്നുമല്ല കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. ഫസ്റ്റ് ഡേ ഓഫ് വർക്കിന് പോയ സമയത്തായിരുന്നു ടെൻഷൻ കാര്യങ്ങളൊക്കെ. ഇതെല്ലാം അറിയില്ല. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. അറിയില്ല എന്താവുന്നൊന്നും. അപ്പം ഇനി എന്തായാലും റെഡി ആയിട്ട് കാണാം കേട്ടോ. കണ്ടിന് പോയി. നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി 6:45 7:02 വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൂ. കാരണം അത് കിട്ടിയില്ലെങ്കിൽ മൊത്തം ഫ്ലോപ്പാവും. എന്തായാലും നമുക്ക് നോക്കാം. ഇത് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഓടാൻ പോകുന്നു ഒരാൾ. ഇനിയിപ്പോൾ എന്തായാലും റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാൻ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കഴിഞ്ഞ് വന്നിട്ടാണല്ലോ വിശേഷങ്ങൾ പറയേണ്ടത്. കിളിപോയ കഥകൾ വല്ലതും മനസ്സിലായാൽ പറയാം. മുമ്പിൽ തെറ്റിത്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ട്രെയിൻ സ്റ്റോപ്പ് ക്യാൻസലായി. ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തുള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ്. നമ്മളങ്ങനെ ട്രെയിൻ കയറിയിട്ടുണ്ട്. എന്തായാലും ലേറ്റാണ്. നോക്കാം നമുക്ക് എന്താ പോകുന്നത്. ഇന്ന് ആക്ച്വലി മൊത്തത്തിലൊരു അബദ്ധമുള്ള ദിവസമാണ്. മൊത്തത്തിൽ തുടർന്ന എല്ലാം ട്രെയിൻ ഡിലേ ആയി. ഒരെണ്ണം സ്റ്റോപ്പ് ക്യാൻസലായി. അടുത്തത് ഡിലേ ആയി. ഞങ്ങളവിടെ കയറ്റിയാൽ നല്ല പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ജർമ്മനി. ബ്യൂട്ടിഫുൾ. നമ്മൾ ഒരു കണക്കിന് ഓടി പിടിച്ചാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഏതാ ബിൽഡിംഗ് എന്ന് എന്താണെന്ന് ഒരു കുന്തോ മനസ്സിലാവുന്നില്ല. എനിക്കറിയാൻ പാടില്ല. ലേറ്റായി. വഴി അറിയില്ല. അതേ വഴി അറിയില്ല. ലൈക്ക് 15 മിനിറ്റ് ഇപ്പോൾ ലേറ്റാണ്. ഇനിയെങ്കിലും കണ്ടുപിടിച്ച് കയറിയില്ലെങ്കിൽ സീനാണ്. തേങ്ങ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഒരു സമാധാനമുണ്ട്. വർക്ക് പോലെയല്ല ഇത്. ഒരു രസമൊക്കെ ഉണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ക്ലാസ് കൊള്ളാം. കുറച്ച് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. നൈസായിട്ട് തോന്നി. കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഉറക്കമൊക്കെ വരും, ബട്ട് ഓക്കെയാണ്. എന്ന് പഠിപ്പിച്ചൊന്നുമില്ല. എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ക്ലാസ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു ഫസ്റ്റ് ഡേയിൽ ഒരു ഇതാണ് പറയുന്നത്. നിനക്കെന്താ തോന്നി? നല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല. അത് ഭയങ്കര സുഖമുണ്ടായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നു. അതെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് പറയാം.
ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ ഉള്ളൊരു വ്ളോഗായിട്ട് ഞാൻ വരാം. അടുത്ത ആഴ്ച ഉള്ള കാര്യമൊക്കെ അറിയാം. അതെ, അടുത്ത ആഴ്ച എങ്ങനെയാണെന്നൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച വീണ്ടും ഞങ്ങൾക്ക് വർക്ക് തുടങ്ങൂലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഒരു വിഷമം. വർക്കിന് പോവോ ഇങ്ങനെ ബോറാണ്. അപ്പോൾ നോക്കാം. നമ്മളിപ്പോൾ ഇനി കുറച്ച് കടയിലൊക്കെ പോയിട്ടൊരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് വേണം വീട്ടിൽ പോകാൻ. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു കട തപ്പി ഇറങ്ങിയേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങൽ മാത്രമാണ് പണിയുന്നത്. അതല്ല, തീർന്നു പോവുക അല്ലേ? തീർന്നു പോകുന്നുണ്ടോ വാങ്ങുന്നേ. ഇപ്പം ഞങ്ങളിവിടെ ഒരു മലയാളിക്കട ഉണ്ട്, അവിടെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും അടുത്ത കടകൾ കാണുവാണെങ്കിൽ കയറണം. ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ മലയാളിക്കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിയ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഇപ്പം നമ്മൾ റോസ്മാനിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നമ്മളെന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ ഒരു 9 മണിയായി കേട്ടോ. മൊത്തത്തിൽ മടുത്തുന്നു. ഉറക്കം വന്ന് പണ്ടാരടങ്ങി എത്തിയത്. ഷുലെ അത് 2 മണി വരെ ഉണ്ടായുള്ളൂ. അതിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പോയി അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടയേർഡായി. ഷൂലയുടെ ഫസ്റ്റിനെ പറ്റി പറയാനായിട്ട് ഷൂല നല്ലതായിരുന്നു. ലൈക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത്ര സെറ്റപ്പൊന്നും കാണില്ല എന്നാണ്. ബട്ട് നല്ലതായിരുന്നു. അത്യാവശ്യം എല്ലാം മനസ്സിലാവുന്നുണ്ട്. മൊത്തം പുകയായിരിക്കും എന്ന് വിചാരിച്ച്, പക്ഷെ അത്യാവശ്യം എല്ലാം മനസ്സിലാവുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഇന്ന് ഒരു ഡേയിലെ കാര്യം ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ഡേ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങി കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട് പോയതായിരിക്കും എങ്ങനെയുണ്ട് എന്നൊക്കെ. എനിക്ക് പിന്നെ വർക്കിന് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് മടി. വർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലൈക്ക് നമുക്ക് ഇത്ര ജർമ്മൻ അവിടെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആകുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്നാൽ മതി, ക്ലാസ്സൊക്കെ കേട്ട്. അവിടെ പണിയണമല്ലോ. ബട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ പണിയൊന്നുമില്ല. ആക്ച്വലി അവിടെ വെറുതെ നിന്നാൽ മതി. അവർ ചെയ്യുന്ന കണ്ട് പിന്നെ അവർക്ക് ചെറിയ ഹെൽപ്പൊക്കെ ആയിട്ട് നിന്നാൽ മതി. പക്ഷെ എങ്കിൽ പോലും മടുപ്പാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ.